ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയുടെ PYQs ആണ്. ഓക്കെ, NTPCയിലും SSC CGL മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ NTPCയുടെ കേസ് പറയാൻ നേരത്ത് NTPCയിൽ രണ്ട് സ്റ്റേജ് ആണുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? CBT1 ഉണ്ട്, CBT2 ഉണ്ട്. ഈ CBT1-നകത്ത് 40 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് ആയിരിക്കും, 30 ക്വസ്റ്റ്യൻ റീസൺ ആയിരിക്കും, 30 ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതേപോലെ CBT2-ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 40 എന്നുള്ള മാറി 50 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് ആയിരിക്കും. ഓക്കെ, QA റീസണിങ്ങും 35 വെച്ച്. ഓക്കെ, ഇനി ഈ 40 ക്വസ്റ്റ്യനിൽ CBT1-ന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 ആണ്. ഓക്കെ, നമ്മൾ 80+ എങ്കിലും സ്റ്റേജ് 1-ൽ സ്കോർ ചെയ്യാം. അതിന് ഈ 80+ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചേ വരുള്ളൂ? ജനറൽ അവയർനെസ് പഠിച്ചേ വരുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പൊളിറ്റിയിൽ എങ്ങനെ പോയാലും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാ വർഷവും എല്ലാ ഷിഫ്റ്റിനും ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ലാസ്റ്റ് കുറച്ച് വർഷത്തെ PYQs ഡിസ്കസ് ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് ഏറെക്കുറെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The Constitution of India is a sovereign, socialist, secular, democratic republic with a dash form of government. With a dash form of government. അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ, മൊണാർക്കിയൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണോ, അതോ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടേത് ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? ഈ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പവർ എല്ലാം കൂടെ ഒരൊറ്റ സ്ഥലത്തായിരിക്കും റിസൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കേസ് പറയുന്നുണ്ടെങ്കിൽ സെന്റർ മാത്രമേ കാണുള്ളൂ. ഓക്കെ, സെന്ററിന് മാത്രമേ പവർ കാണുള്ളൂ. നമ്മുടെ കേസിൽ അങ്ങനെയാണോ? നമ്മുടെ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? അല്ല. കാരണം എന്താ? നമ്മുടെ സ്റ്റേറ്റിന് ഓരോ പവർ ഇല്ലേ? നമ്മുടെ സ്റ്റേറ്റിന് ഓരോ പവർ ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിന്റെ പവേഴ്സ് ഒന്നും ആർക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല? യൂണിയൻ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? അല്ല. ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത് നോക്കിയേ, മൊണാർക്കിൽ. ഓപ്ഷൻ സി നോക്കിയേ, മൊണാർക്കിൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? മൊണാർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിങ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? റൂൾ ചെയ്യുന്നത്. അയാൾ മരിക്കുന്നവരെ ആര് തന്നെ ആയിരിക്കും റൂൾ ചെയ്യുന്നത്? അയാൾ തന്നെ ആയിരിക്കും റൂൾ ചെയ്യുന്നത്. ഇലക്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല. അതിനെയാണ് മൊണാർക്കിൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനത്തെ ഭരണമാണോ? അല്ല. ഇനി ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിൽ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ USA കേസ്. USA പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതായത് അവിടുത്തെ ഹെഡ് ആരാണ്? പ്രസിഡന്റ് ആണ്. ഈവൻ ദോ നമുക്ക് ഒരു പ്രസിഡന്റ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്രസിഡന്റ് ആര് പറയുന്നേ കേൾക്കുള്ളൂ? പ്രൈം മിനിസ്റ്റർ പറയുന്നേ കേൾക്കുള്ളൂ. അങ്ങനെ പ്രസിഡന്റിന് ആക്ട് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ, നമ്മളെന്ന് പറയുന്നത് എന്താണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അല്ലെ? നമ്മളെ ഹെഡ് ചെയ്യുന്ന ആരാ? പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും. പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആണ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും. ഇനി നമ്മുടെ ആ ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്ക് ഉത്തരം കിട്ടി. ഇനി അതേപോലെ നമ്മുടെ പ്രിയമ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യ ഈസ് എ സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്നുള്ള കേസ്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം അറിയണം. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതെല്ലാത്തിന്റെ അർത്ഥവും ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ കേസ് നോക്കിയ സോവറിൻ. ഇന്ത്യ ഒരു സോവറിൻ കൺട്രി ആണോ? സോവറിൻ രാജ്യമാണോ? സോവറിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫ്രീ കൺട്രിയാണ് അല്ലെ? ആരുടെയെങ്കിലും കീഴിലുള്ള ഒരു രാജ്യമായിരുന്നോ? അല്ല. ഓക്കെ, ഇന്ത്യ ഒരു ഫ്രീ രാജ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഇനി അതേപോലെ സോഷ്യലിസ്റ്റ്. ഇവിടെ ആക്ച്വലി സോഷ്യലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കേസാണ്. ഓക്കെ, പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കേസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സെക്യുലർ എന്നുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രിയമ്പിളിൽ സെക്യുലർ എന്ന് പറയുന്നത് എന്താ? അതായത് സെക്യുലർ, ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. അതെ, അതായത് എല്ലാ റിലീജിയനും ഈക്വൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഞാനൊരു ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എന്റെ എല്ലാ മതത്തിനും ഇന്ത്യ മഹാരാജ്യത്ത് എന്താണ്? ഈക്വൽ റൈറ്റ്സ് ആണ്. ഓക്കെ, എന്താണ്? ഈക്വൽ റൈറ്റ്സ് ആണ് ഫോർ ഓൾ റിലീജിയൻ. ഫോർ ഓൾ റിലീജിയൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട് നമ്മുടെ പ്രിയമ്പിളിൽ ഏതാണ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ റിലീജിയൻ എന്നുള്ളത് തന്നിട്ട് സോവറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് എന്ന് തരും. ഏതാ ഉത്തരം? സെക്യുലർ ആണ്. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരു സെക്യുലർ രാജ്യമാണോ? അല്ല, അവർക്കൊന്നും ഒരു മതേതരത്വമായ രാജ്യമല്ല. അവിടെ മുസ്ലിംസ് ആണ്. അതൊക്കെ ഒരു മുസ്ലിം രാജ്യമാണ് അല്ലെ? പക്ഷെ ഇന്ത്യയുടെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ റിലീജിയനും ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം,
നമ്മുടെ ഭരണഘടന ആദ്യം രൂപപ്പെട്ടപ്പോൾ, അതായത് കെയിമിന്റെ എഫക്ട് എന്ന ഭരണഘടന നിലവിൽ വന്നത്, കെയിമിന്റെ എഫക്ട് വന്നത് November 26 ആണ്. ഓക്കെ, November 26, 1949. ഓക്കെ, അഡോപ്റ്റ് ചെയ്തതാണ്, അത് എപ്പോഴും ഓർക്കുക. ഓക്കെ, പക്ഷേ നിലവിൽ വന്നത് എന്താണ്? നിലവിൽ വന്നത് January 26, 1950 അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 November 1949 പക്ഷെ നിലവിൽ വന്നത് January 26, 1950. എനിവേ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അന്ന് ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എന്തില്ലായിരുന്നു? സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നുള്ള വേർഡ് ഇല്ലായിരുന്നു. ഓക്കെ, ഇത് രണ്ടും എന്തില്ലായിരുന്നു? ഇല്ലായിരുന്നു, സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നും. ഇത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തതാണ്. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നും ഇന്റഗ്രിറ്റി എന്നുള്ള വേർഡ്, ഈ 3 വേർഡ് എന്ത് ചെയ്തതാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്തതാണ്. ഏത് വർഷത്തില്? 1971. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഈസ് എലക്ടഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, ഗവൺമെന്റ് ഈസ് elected by the people. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ലേ? നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലക്ട് ചെയ്യാണ്, അല്ലെ? അതേപോലെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ കൺട്രി കംസ് ത്രൂ ആൻ ഇലക്ട്രൽ പ്രോസസ്. ഓക്കെ, നമ്മുടെ കൺട്രിയുടെ ഹെഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഇലക്ഷനിലൂടെയാണ് വരുന്നത്, അല്ലെ? അതാണ് റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ഈ 42nd അമെന്റ്മെന്റ് എന്താണ്? അത് ഏത് വർഷമാണ് വന്ന? ഈ സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ refers to the existence of more than one level of government in the country? ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. റാഡിക്കലിസം, ഫെഡറലിസം, ലിബറലിസം, സെക്യുലറിസം. ഓക്കെ, സെക്യുലറിസം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ റിലീജിയനും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അത് ഈ താഴെ പറയുന്നതിൽ ഏതിനെയാണ്, ഏത് ഫീച്ചർ ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സെക്യുലറിസം അല്ല. സെക്യുലറിസം ഇത് എന്തുവാ? മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? യാതൊരു ബന്ധമില്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ റിലീജിയനും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്യുലറിസം അല്ല. ഇനി അടുത്ത ലിബറലിസം. ലിബറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇന്ത്യ ഒരു ലിബറൽ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. ലിബറലിസം എന്ന് ചോദിക്കുന്നത് അവിടുത്തെ സിറ്റിസന് അത് എന്താ പറയാ, ഫ്രീ ആണെന്നോ, അതേപോലെ ഫ്രീഡം ഉണ്ടോന്നോ, ഓക്കെ, അവിടുത്തെ സിവിലിയൻസിന് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടോ എന്നൊക്കെയാണ് ലിബറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റാഡിക്കലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ആളുകൾ എന്താ പറയാ, ഒരു കംപ്ലീറ്റ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോംസ് വേണം എന്നുള്ളതിനെയാണ് ഈ റാഡിക്കലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫെഡറലിസം എന്ന് പറയുന്നതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ there is a division of power. ഓക്കെ, എന്താണ്? there is a division of power. നമ്മളിപ്പോ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ സെന്ററിനും സ്റ്റേറ്റിനും ഓരോ പവർ ആണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? സെന്ററിന് ഇത്ര പവർ ഉണ്ട്, അതേപോലെ സ്റ്റേറ്റിന് ഇത്ര പവർ ഉണ്ട്, അങ്ങനെയാണ്, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇന്ത്യനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സെൻട്രലിനല്ലേ കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഇന്ത്യ ഒരു ഓപ്ഷൻ, അത് മേ ബി ചിലപ്പോൾ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്നും വരാം. ഓക്കെ, ഇന്ത്യ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോ? നേരത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു? അല്ല. കാരണം ഇന്ത്യയിൽ എന്താണ്? ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. സ്റ്റേറ്റിന് ഒരു പവർ ഉണ്ട്, അതേപോലെ സെന്ററിന് വേറൊരു പവർ ആണ്. സെൻട്രലിന് കൂടുതലായിരിക്കും, ബട്ട് സ്റ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. നോക്കിയേ, when was the 10th session of the Constituent Assembly held? ഓക്കെ, അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. എന്താ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? എന്തിനാ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത് തന്നെ? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്ന എന്തിനാ? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാം, അല്ലേ? എന്തിനായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം, അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നടന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായത് തന്നെ. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 292 പേരുണ്ട്. സോറി, മൊത്തം 359 പേരുണ്ട്.
ഓക്കെ, മൊത്തം 359 പേരുണ്ട്. അതിൽ 292 പേര് എലക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 292 പേര് എങ്ങനെ വന്ന? മൊത്തം 389 പേരുണ്ട്. അത് ശ്രദ്ധിക്കണം, മൊത്തം 389 പേരുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. മൊത്തം എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. മൊത്തം എത്ര പേരുണ്ട്? 389 പേരുണ്ട്. അതിൽ 292 പേര് എലക്റ്റഡ് ആണ്. സാധാരണ എലക്ഷൻ നടന്ന് ജയിച്ചു വന്നവരാണ്. ഇനിയുള്ള 93 ആളുകൾ നോമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, 93 ആളുകൾ എന്ത് ചെയ്താ വന്ന് നോമിനേറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, അതായത് ഈ പ്രിൻസ്ലി പ്രൊവിൻസസ് ഉണ്ടല്ലോ, അതായത് ഈ ടൈമിൽ ഈ 1940s എന്ന് പറയുന്നത് സ്റ്റിൽ നമ്മൾ ബ്രിട്ടീഷ് റൂളിലാണ് അല്ലെ. ഈ സ്റ്റിൽ ബ്രിട്ടീഷ് റൂൾ ആണെങ്കിലും എല്ലാ ടെറിട്ടറിയൊന്നും ബ്രിട്ടീഷിന്റെ കൺട്രോളിലല്ല, ആക്ച്വലി ആണ്. ബട്ട് സ്റ്റിൽ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ റൂൾ ചെയ്യുന്നത് ആരാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്, രാജാക്കന്മാരുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഒന്നും ഇലക്ഷൻ നടന്നിട്ടില്ല. അവിടെ നിന്നൊക്കെ ഡയറക്ട്ലി നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് വന്നത്. രാജാവ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് വന്നത്. അതാണ് ഈ 93 ആളുകൾ. പിന്നെ ഒരു 4 പേര് ചീഫ് കമ്മീഷണർ ഏരിയാസിൽ നിന്നാണ്. ഓക്കെ, 4 പേര് എവിടെ നിന്നാണ്? ചീഫ് കമ്മീഷണർ ഏരിയാസിൽ നിന്നാണ്. അപ്പൊ മൊത്തം എത്ര പേരുണ്ട്? 389 ആളുകളുണ്ട്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കും. ഇനി അതേപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മൊത്തം എത്ര സെഷൻ നടന്നിട്ടുണ്ട്? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 10th സെഷൻ നടന്ന ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി മൊത്തം 11 സെഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, മൊത്തം എത്ര സെഷൻ നടന്നിട്ടുണ്ട്? 11 സെഷൻ നടന്നിട്ടുണ്ട്. അത് മുഴുവൻ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ഈ 11 എണ്ണത്തിന്റെ ഡേറ്റ് ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അല്ലെ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 9th ഡിസംബർ 1946 ആണ്. ഓക്കെ, എന്നാണ്? 9th ഡിസംബർ 1946 ആണ്. ഇനി അതേപോലെ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യത്തെ മീറ്റിംഗ് നടന്ന ടൈം മനസ്സിലായി. 9th ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഈ ഫസ്റ്റ് മീറ്റിംഗ് 9th ഡിസംബർ തൊട്ട് 23rd ഡിസംബർ വരെ ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് നടന്ന ദിവസമാണ് 9th ഡിസംബർ എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ചൂസ് ചെയ്ത ആളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അയാൾ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു. 9th ഡിസംബറിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റിംഗ് തുടങ്ങി. അന്നത്തെ ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ് ആണ് ആര്? സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്ന. ഓക്കെ, അതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആരായിരുന്നു ഇൻട്രിയം പ്രസിഡന്റ് എന്നുള്ളത്? ഇൻട്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട്, ഒരു കുറച്ചു കാലത്തേക്കുള്ള പ്രസിഡന്റ് ആരായിരുന്നു? അയാളാണ് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇയാൾ ടെമ്പററി ആയിരുന്നേ, അത് എപ്പോഴും ഓർക്കണം. അതേപോലെ 11th ഡിസംബർ അടുത്ത സെഷൻ നടന്നപ്പോൾ 11th ഡിസംബറിൽ എന്ത് ചെയ്തു? 11th ഡിസംബർ 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു? പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രിയം പ്രസിഡന്റ് അല്ലെങ്കിൽ ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, 11th ഡിസംബർ 1946 ആയപ്പോഴത്തേക്ക് ആരായി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി. ഇനി നമ്മുടെ ആദ്യത്തെ സെഷൻ 9th ഡിസംബർ തൊട്ട് 23rd ഡിസംബർ വരെ എന്നാണ്. ഇനി മൊത്തം 11 സെഷൻ ഉണ്ടെന്ന്. ഇനി നമ്മൾ ആദ്യത്തേത് പഠിച്ചു, ഇനി ജസ്റ്റ് അവസാനത്തെയും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ലാസ്റ്റ് സെഷൻ ഞാൻ നേരത്തെ കേസിലെ പറഞ്ഞു, നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം എന്നാണ്? 26th നവംബർ. അഡോപ്റ്റ് ചെയ്ത എന്നാണ്? 26th നവംബർ 1946. ഓക്കെ, അന്നാണ് അഡോപ്റ്റ് ചെയ്തെങ്കിൽ അന്നായിരിക്കണമല്ലോ ലാസ്റ്റ് സെഷൻ നടന്നത് അല്ലേ? അന്നായിരിക്കണമല്ലോ ലാസ്റ്റ് സെഷൻ നടന്നത്. 11ാമത്തെ സെഷൻ നടന്ന അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് എന്നാണ്? 26th നവംബർ 1949 ആണ്. ഓക്കെ, അതായത് 14 നവംബർ തൊട്ട് 14th തൊട്ട് 26th നവംബർ 1946 ആണ് 11th സെഷൻ നടക്കുന്നത്, അതായത് ലാസ്റ്റ് സെഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, ഇനി ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ ബി എന്താ പറഞ്ഞിരിക്കുന്നത്? 1947. 11ാമത്തെ സെഷൻ നടന്നത് 14th നവംബറും 26th നവംബറിന് 1946 ഇടയിലാണെങ്കിൽ, സോറി 1946 അല്ലല്ലോ, 1949 ആണ് കേട്ടോ. 1949. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി വരുമോ? 1947. 11ാമത്തെ ലാസ്റ്റ് സെഷൻ നടന്ന 14th നവംബറും 26 നവംബറും 1949 അതിന് തൊട്ട് മുമ്പത്തെ സെഷൻ നടന്നത് ഇത്രയും വർഷത്തിന് മുമ്പായിരിക്കും? ഒരിക്കലും ഇല്ല. അപ്പൊ അതെല്ലാം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അതേപോലെ ഈ 4th നവംബർ 1948ഉം 8th ജാനുവരി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
പിന്നെ ഇതിൽ ആക്ച്വലി നമുക്കൊരു കൺഫ്യൂഷൻ വരാം. 16th May 16th June 1949 ആണോ അതോ 6 to 17 October 49 ആണോ? ആക്ച്വലി നമ്മുടെ 10th സെഷൻ നടക്കുന്നത് 6th to 17th October 1949 ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അത് CGL മുമ്പ് ചോദിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് സെഷൻ എന്നാ നടന്നത് 9th December തൊട്ട് 23rd December വരെ 1946. അതേപോലെ ലാസ്റ്റ് 11th സെഷൻ നടന്ന എന്നാണ് 14th November to 26th November 1949. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അന്നത്തെ ടെമ്പററി പ്രസിഡന്റ് ആരാ, അതേപോലെ പിന്നെ പ്രസിഡന്റ് ആയത് ആരാ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ലാസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം. ഓക്കെ, നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം എന്നാണ് 26th November 1949 ആണ്. പക്ഷേ അത് നിലവിൽ വന്നത്, അത് കെയിം ഇൻ ടു എഫക്ട് ആയതെന്നാണ് 26th January 1950 ആണ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ when did constitution came into effect എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 26th January 1950 ആണ്. when did constitution adopted എന്ന് ചോദിച്ചാൽ എന്നാണ് 26th November 1949 ആണ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക, മാറിപ്പോകും. അതേപോലെ നമ്മുടെ അവസാനം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മീറ്റ് ചെയ്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെന്റ്, അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മീറ്റ് ചെയ്ത എന്നാന്ന് ചോദിച്ചാൽ, അവസാനത്തെ സെഷൻ എപ്പോഴാന്നല്ല, അവസാനം മീറ്റ് ചെയ്ത് എപ്പോഴാന്ന് ചോദിച്ചാൽ, അവസാനം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മീറ്റ് ചെയ്തത് 24th January 1950 ആണ്. അതായത് 2 ദിവസത്തിന് മുമ്പ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് 2 ദിവസത്തിന് മുമ്പ് അന്നാണ് എന്ത് ചെയ്തത്, അവസാനമായിട്ട് മീറ്റ് ചെയ്തത്. അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാം എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, the Indian Constitution originally consisted of how many articles? Dash articles, അല്ലെ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഒരു പ്രിയമ്പിൾ ഉണ്ടായിരുന്നു, അല്ലെ? പ്രിയമ്പിൾ ഉണ്ടായിരുന്നു. അതേപോലെ 22 പാർട്ടിലായിട്ട് 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിൾ, അതേപോലെ 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഭരണഘടന തുടക്കം ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു പ്രിയമ്പിൾ ഉണ്ടായിരുന്നു, 22 പാർട്ടിലായിട്ട് 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി കൺസിസ്റ്റഡ് ഓഫ് ഡാഷ് ആർട്ടിക്കിൾസ്. എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ തന്നു, ഓപ്ഷൻ എ വന്നു. പക്ഷേ ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയോ? ഇപ്പം ഓപ്ഷൻ ഡി ഉണ്ട്, 448. ഇപ്പൊ ആക്ച്വലി 448 ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, എത്ര പാർട്ടായിട്ടെന്ന് അറിയോ? 25 പാർട്ടായിട്ട്. 25 പാർട്ടായിട്ട്. ഈ പാർട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ആർട്ടിക്കിൾ 1 to 4, ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ എന്ന് പറയുന്നത് പാർട്ട് 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അതായത് 1 തൊട്ട് 4 വരെ ഉള്ളത് യൂണിയനെ കുറിച്ചും അതിന്റെ ടെറിട്ടറീസിനെ കുറിച്ചും ആയിരിക്കും പറയുന്നത്. അതേപോലെ പാർട്ട് 2 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആണ്. 5 തൊട്ട് ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഓക്കെ, അങ്ങനെ പൊക്കോണ്ടിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ ആദ്യം എത്ര പാർട്ട് ഉണ്ടായിരുന്നു? ആദ്യം 22 പാർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ആർട്ടിക്കിൾ 360 ഉപയോഗിച്ച്, ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് എനിക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. അതായത് എന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്താം, എന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, അങ്ങനെ മാറ്റം വരുത്തിയതാണ്. അല്ലാതെ ചുമ്മാതെ ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഭരണഘടന ഉണ്ടെന്നും പറഞ്ഞ് മാറ്റി എഴുതാനൊന്നും പറ്റില്ല. ഓക്കെ, ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയും കാലത്തിൽ, ഇത്രയും 75 വർഷത്തിന് എന്ത് ചെയ്തു, 448 ആർട്ടിക്കിളായി 25 പാർട്ടിലായിട്ട്. ഓക്കെ, അതേപോലെ 12 ഷെഡ്യൂളുണ്ട്. 8 ഷെഡ്യൂൾ എന്നുള്ള മാറി എത്ര ഷെഡ്യൂളായി? 12 ഷെഡ്യൂളായി. സോറി, ക്ലിയർ ആണോ? എത്ര ഷെഡ്യൂളായി? 12 ഷെഡ്യൂളായി. അത് ഓർത്തിരിക്കാം. ഇനിഷ്യലി എത്രയായിരുന്നു? 22 പാർട്ടിലായിട്ട് 395 ആർട്ടിക്കിളും ഒരു പ്രിയമ്പിളും ഒരു 8 ഷെഡ്യൂൾ. ഓക്കെ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. Fundamental duties were not placed in the part 3 of the Indian Constitution because part 3 is. Okay, അതായത് PYQ സെഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുകയല്ല. അപ്പൊ ജസ്റ്റ് ഓപ്ഷനിലുള്ളതും ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ നോട്ട് പ്ലേസ്ഡ് ഇൻ ദ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് പാർട്ട് 3 ഈസ്. അതിനുമ്പ് പാർട്ട് 3 എന്താന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അതായത് എന്റെ മൗലിക അവകാശങ്ങൾ. പാർട്ട് 3 എന്താണ്?
ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര തൊട്ട് എത്ര വരെ? ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ എന്താണ്? എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, എന്റെ മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, എന്റെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കോടതിയിൽ പോകാൻ പറ്റും. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസബിൾ ആണ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? നോൺ ജസ്റ്റിസബിൾ. നോൺ ജസ്റ്റിസബിൾ ആണോ? അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്റെ മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എനിക്ക് നേരെ എവിടെ പോവാം? എനിക്ക് സുപ്രീം കോടതിയിൽ പോവാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസബിൾ ആണ്. ഓക്കെ, പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസബിൾ ആണ്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ജസ്റ്റിസബിൾ ആണോ? അല്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ആണ്. ബിക്കോസ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഞാൻ ചെയ്തില്ലെന്ന് വിചാരിച്ചാൽ എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ കോടതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അതൊരു തെറ്റല്ല. ഓക്കെ, പക്ഷേ ദോ ആസ് എ സിറ്റിസൺ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ അത് എന്തല്ല, ഒരു ലോ അല്ല. ഓക്കെ, എന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഞാൻ ഫോളോ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്നെ കോടതിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആദ്യത്തെ എന്ത് കിട്ടി? ജസ്റ്റിസബിൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പാർട്ട് 3 ആഡ് ചെയ്യാത്തത്. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നോൺ ജസ്റ്റിസബിൾ ആണ്. ഓക്കെ, അത് എൻഫോഴ്സ് ചെയ്യാൻ എന്തില്ല? അതേപോലെ ഓപ്ഷൻ സി നോക്കിയാൽ നോട്ട് എൻഫോഴ്സിബിൾ. എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് പറ്റില്ല? കോടതിക്ക് പറ്റില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മറിച്ച് പാർട്ട് 3 എൻഫോഴ്സിബിൾ എന്നായിരുന്നെങ്കിൽ അതും ഓപ്ഷനും കറക്റ്റ് ആണ്. കാരണം എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ അത് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ആബ്സല്യൂട്ട്, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആബ്സല്യൂട്ട് ആണോ? അല്ല, ലിമിറ്റഡ് ആണ്. അല്ലെ, എനിക്ക് ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് എന്നും പറഞ്ഞ് എനിക്ക് വായി തോന്നിയത് എന്തും വിളിച്ചു പറയാൻ പറ്റുമോ? ഓക്കെ, എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ പുത്തരിക്കണ്ട മൈതാനത്ത് പോയിട്ട് ഒരു സ്പീച്ച് പറയാം എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മതത്തെ പറ്റിയോ എന്തെങ്കിലും മോശമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് അതിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആണോ? അതുമല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്ത് വന്നു? ഓപ്ഷൻ ബി വന്നു. ഓക്കെ ആണേ. അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്, ജസ്റ്റിസബിൾ ആണ്. പക്ഷെ എന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ജസ്റ്റിസബിൾ ആണ്, നോട്ട് എൻഫോഴ്സിബിൾ ആണ്. ഓക്കെ, അത് ജസ്റ്റ് എപ്പോഴും അറിഞ്ഞിരിക്കുക. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? പാർട്ട് ഏതാണ്? പാർട്ട് 4A ആണ്. ഓക്കെ, പാർട്ട് 4A ആണ്. പാർട്ട് 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 4 എന്താ? പാർട്ട് 4 DPSP ആണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. പാർട്ട് 4A ആണ് എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, DPSP എന്ന് പറയുന്നത് എത്ര തൊട്ട് എത്ര വരെ? ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. Which one of the following statement are correct regarding the center-state relation pertaining to the 3 list of the Indian Constitution? Okay, fine. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതിൽ 7th ഷെഡ്യൂൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, എന്താണ് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്? Allocation of power between center അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് എന്റെ 7th ഷെഡ്യൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററും സ്റ്റേറ്റും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ആ 3 ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യൂണിയൻ ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റിനകത്ത് യൂണിയന് മാത്രമേ, അതായത് സെന്ററിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനകത്ത് ആർക്ക് ഇടപെടാൻ പറ്റില്ല? സ്റ്റേറ്റിനകത്ത് ഇടപെടാൻ പറ്റില്ല. രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ലിസ്റ്റില് യൂണിയൻ ലിസ്റ്റിന്റെ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഡിഫൻസ്, ഇപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻ, അതൊക്കെ യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, അതിനകത്തൊന്നും ആർക്ക് ലോ ഉണ്ടാക്കാൻ പറ്റില്ല? സ്റ്റേറ്റിനൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് കൺകറന്റ് ലിസ്റ്റേ വരത്തുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, പ്രിസൺ ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അതിലൊന്നും ആർക്ക് ലോ ഉണ്ടാക്കാൻ പറ്റില്ല? യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ടാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റേറ്റിനും യൂണിയനും ഒക്കെ ടാക്സ് ഉണ്ടല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെയാണ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയനും
സ്റ്റേറ്റിനും കൂടെ ഇടപെടാൻ പറ്റുന്ന, അതായത് സെന്ററിന് സ്റ്റേറ്റിന് ലോ ഉള്ള കേസായ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷനിൽ യൂണിയന് ലോ ഉണ്ട്, സ്റ്റേറ്റിന് എന്തുണ്ട്, ലോ ഉണ്ട്. മനസ്സിലായേ? 7th ഷെഡ്യൂൾ എന്താണ്, ഇതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 7th ഷെഡ്യൂൾ എന്താണെന്നുള്ളത് സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഏതൊക്കെയുണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ സബ്ജക്ട് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ 3 ലിസ്റ്റ് ആർ കോൾഡ് റെസിഡ്യൂറി സബ്ജക്ട്സ്. ഈ മൂന്നിലും ഉൾപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് റെസിഡ്യൂറി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇനി if there is any conflict between the union list and the state list, then the former prevails. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, അതായത് സെന്ററിന്റെ റൂൾ ആണോ പ്രിവെയിൽ ചെയ്യുന്നത്, ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെന്ററിനാണ് കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, ദ സെയിം ഗോസ് ഫോർ കൺകറന്റ് ലിസ്റ്റ് ആസ് വെൽ. അതായത് ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിന്റെ ഉണ്ട്, സ്റ്റേറ്റിനും ഇടപെടാം, യൂണിയനും ഇടപെടാം. പക്ഷെ യൂണിയനും സ്റ്റേറ്റിനും ഇടപെടുന്നതിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ ആരുടെ ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്, യൂണിയന്റെ ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്, സെന്ററിന്റെ ആയിരിക്കും. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിരിക്കും. ഇനി സ്റ്റേറ്റ്മെന്റ് 3 നോക്കിയേ. When Parliament enacts a law on the request of 2 or more states, then the law made by the Parliament on the state list is applicable to all the states. അതായത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 2-3 സ്റ്റേറ്റിന് സെന്ററിനോട് അപേക്ഷിക്കാം, എന്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒന്നിന് എന്ത് ചെയ്യാൻ, ഒരു ലോ പാസ്സാക്കാൻ. ആര്, പാർലമെന്റ്, അതായത് സെന്റർ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്. സെന്റർ എന്ത് ചെയ്യാൻ, ഒരു ലോ പാസ്സാക്കാൻ. എന്റെ സ്റ്റേറ്റ് ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്ട്, മേ ബി പ്രിസൺ ആവാം, എന്ത് വേണോ ആകാം, അതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാർലമെന്റ് ഒരു ലോ പാസ്സാക്കാൻ. പക്ഷെ എല്ലാ സ്റ്റേറ്റും പറഞ്ഞോ? ഇല്ല, ആകെ ഒരു 2-3 സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ 2-3 സ്റ്റേറ്റ് അപേക്ഷിച്ച പ്രകാരം പാർലമെന്റ് ഒരു ലോ പാസ്സാക്കിയാൽ ആ ലോ എല്ലാ സ്റ്റേറ്റിനും ആപ്ലിക്കബിൾ ആവുമോ? ആക്ച്വലി എല്ലാ സ്റ്റേറ്റും ആപ്ലിക്കബിൾ ആകില്ല. വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റിനെ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ അല്ലാതെ ഒരു നിർബന്ധവും ഇല്ല. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് സ്റ്റേറ്റിന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഈ 2-3 സ്റ്റേറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാം, ബാക്കിയുള്ള സ്റ്റേറ്റ്സിന്റെ കാര്യം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ ശരി? 1 ശരിയാണ്, 2 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി വരും അല്ലെ, 1 and 2 only. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, ഫൈൻ. Which of the following statement regarding the Supreme Court of India is not correct? Okay, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. It acts as a guardian of the liberties of the people of India. ഓക്കെ, കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യവും ഫ്രീഡം ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെ പോവാം? നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം. അപ്പൊ നമ്മുടെ ഗാർഡിയൻ എന്ന് പറയുന്ന ആരാണ്? സുപ്രീം കോർട്ടാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു, ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തോന്നിയ പോലെ ചെയ്തൂടെ? ഓക്കെ, പക്ഷെ ഇച്ചിരി പാടാണ്. 2/3 മെജോറിറ്റി വേണം. പക്ഷെ അങ്ങനെ ഒരു 2/3 മെജോറിറ്റി കിട്ടുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഭരണഘടന മാറ്റി എഴുതിക്കൂടെ? അങ്ങനെ ഭരണഘടന മാറ്റി എഴുതാൻ പറ്റുമോ? അങ്ങനെ ഭരണഘടന മാറ്റി എഴുതിയാൽ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. സുപ്രീം കോടതിക്ക് വാസ്റ്റ് എമൗണ്ട് ഓഫ് പവേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്ക് ഇടപെടാൻ പറ്റും? സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? ഇറ്റ് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കറക്റ്റ് ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ടർ ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് DPSP. ഓക്കെ, DPSP ഏതിലായിരുന്നു വരുന്ന? പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ഈ DPSP എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണോ? അതായത് DPSP എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ അല്ല, പിന്നെ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? തെറ്റ്. ഓക്കെ, മറിച്ച് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആണ്. എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്? സുപ്രീം കോടതിയാണ്. എന്റെ മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ടത് ആരാ? സുപ്രീം കോടതിയാണ്. പക്ഷേ DPSP എന്ന് പറയുന്നത്
ഈ DPSP ഉണ്ടായത് തന്നെ എന്തിനാണ്? ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പോളിസി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DPSPs ഉള്ളത്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. അതൊരിക്കലും എൻഫോഴ്സിബിൾ അല്ല, അതൊരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ DPSPക്കകത്താണ് മറ്റേ നമ്മുടെ UCC യൂണിഫോം സിവിൽ കോഡ് ഒക്കെ വരുന്നത്. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ സ്റ്റേറ്റിന് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ ആർക്ക് പറ്റില്ല? സുപ്രീം കോടതിക്ക് പറ്റില്ല. സ്റ്റേറ്റിന് വേണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, അങ്ങനത്തെ ഉള്ള ഒരു സെറ്റപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ടർ. പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രൊട്ടക്ടർ ആണോ? അല്ല. അത് എൻഫോഴ്സിബിൾ അല്ല. അപ്പൊ ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ സി കിട്ടി. നമുക്ക് ഓപ്ഷൻ ഡി കൂടെ നോക്കാം. ഇറ്റ് ഹാസ് ഫൈനൽ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഡിസ്പ്യൂട്ട്സ് റിഗാർഡിംഗ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഈ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും എലക്ഷൻ നടത്തുന്ന ആരാന്നറിയോ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഈ ലോക്സഭയിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാ? അതും ഇലക്ഷൻ കമ്മീഷനാണ്. ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഓരോ സ്റ്റേറ്റിലോട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അവിടെ ഇലക്ഷൻ നടത്തുന്ന ആരാണ്? അതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അതേപോലെ പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷന്റെ ഇടയിൽ ആ പ്രശ്നം നേരെ പോകുന്ന ആരായിരിക്കും? സുപ്രീം കോടതിയിലായിരിക്കും. ഓക്കെ, അതേപോലെ സുപ്രീം കോടതി എന്ത് തീരുമാനിച്ചോ ആ ഡിസിഷൻ ഫൈനൽ ആവുകയായിരിക്കും. ഓക്കെ, അതിൽ വേറെ ആർക്കും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അപ്പം ഇറ്റ് ഹാസ് ദ ഫൈനൽ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഡിസ്പ്യൂട്ട്സ് റിഗാർഡിംഗ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. നോക്കിയേ, which article of the Indian Constitution stipulates that the law declared by the Supreme Court shall be binding on all courts within the territory of India? Okay, ഒന്ന് നോക്കി, ഏതായിരിക്കും ഉത്തരം തോന്നണം? നോക്കാം, എന്താ ചോദിച്ചേക്കുന്നത്? ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, അല്ലെ? അതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 141 ഓക്കെ, റൈറ്റ് ആൻസർ എന്താണ്? 141. ആർട്ടിക്കിൾ 141 എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോടതി ഏതെങ്കിലും ഒരു ലോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ ടെറിട്ടറീസിനകത്തുള്ള എല്ലാ കോർട്സിനും എന്താണ്? അത് ബാധകമാണ്. അതാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 141 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 142 പറയുന്നത് എന്താണ്? ഈ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് ഏത് ഓർഡർ വേണമെങ്കിലും പാസ് ചെയ്യാം. എന്തിന്? കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കാൻ. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 142 പറയുന്നത്? സുപ്രീം കോടതിയുടെ പവർ ആണ് എന്തിന്? ടു പാസ് എനി ഓർഡർ. എന്ത് ഓർഡർ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. എന്തിന്? ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ്. ഇത് ഈ ഇടയ്ക്കും കൂടെ ഏതൊരു SC/ST ആയിരുന്ന ഒരാൾക്ക് IIT അഡ്മിഷൻ കിട്ടിയിട്ട് കാശ് അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ അയാളുടെ അഡ്മിഷൻ എന്തോ പോയി. ആ സമയത്ത് സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 യൂസ് ചെയ്താണ് എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടി ഈ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തത്. അങ്ങനെ അയാളുടെ സ്ഥിതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 140. ആർട്ടിക്കിൾ 140 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 140 എന്ന് പറയുന്നത് ആൻസിലറി പവർ ഓഫ് ദ സുപ്രീം കോർട്ടാണ്. ഓക്കെ, എന്താണ്? ആൻസിലറി പവർ ഓഫ് ദ സുപ്രീം കോർട്ടാണ് എത്രയെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 140 എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ആർട്ടിക്കിൾ 124(1). ആർട്ടിക്കിൾ 124(1) എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സിനെയാണ് ആർട്ടിക്കിൾ 124(1) പറയുന്നത്. ഓക്കെ, എന്താണ്? റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ്. റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ്. ഓക്കെ, ഇതൊക്കെ ഈ ടൈമിൽ പിന്നെയും വേണമെങ്കിൽ ചോദിക്കുക. അതുകൊണ്ടാണ് സുപ്രീം കോടതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് PYQs എടുത്തത്. കാരണം ഈയിടെയാണ്, നിങ്ങൾക്കറിയാലോ, ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ വീട് ആക്സിഡന്റലി കത്തിയപ്പോൾ ഒരുപാട് പൈസ കിട്ടിയത്, ഒരുപാട് കോടിക്കണക്കിന് കള്ളപ്പണം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഇന്നേ വരെ ആക്ച്വലി സുപ്രീം കോടതി ജഡ്ജിനെ എന്ത് ചെയ്തിട്ടില്ല? ആർട്ടിക്കിൾ 124 സബ് ക്ലോസ് 1 യൂസ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടില്ല.
ഓക്കെ, റിമൂവൽ പ്രോസസ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ ഈ സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണെന്ന് അറിയാം, അതും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ CGL ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെയാണ് എന്ത് സുപ്രീം കോടതിന്റെ ആർട്ടിക്കിൾ. ഓക്കെ, ഇനി അതേപോലെ ഒരു മിനിറ്റ്, സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെയാണ്. സുപ്രീം കോടതിയുടെ സ്ട്രെങ്ത്തും കൂടെ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. അത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സുപ്രീം കോടതിയുടെ കറന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ജഡ്ജസ് ആണ്. ഓക്കെ, കറന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ് കറന്റ് സ്ട്രെങ്ത്. അതായത് 33 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും. ഓക്കെ, കറന്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34. ടോട്ടൽ സ്ട്രെങ്ത് എത്രയെന്നും ചോദിച്ചിട്ടുള്ളതാണ്, മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി റിമൂവൽ പ്രോസസ്. റിമൂവൽ പ്രോസസ്സ് നമുക്ക് ആക്ച്വലി ലോക്സഭയിലും ഇനിഷ്യേറ്റ് ചെയ്യാം, അതേപോലെ രാജ്യസഭയിലും എന്ത് ചെയ്യാൻ പറ്റും, ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ പറ്റും? ലോക്സഭയിലും സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ രാജ്യസഭയിലും ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ ഒരു റിമൂവൽ പെറ്റീഷൻ 100 പേരെങ്കിലും, കുറഞ്ഞത് 100 പേരെങ്കിലും എന്ത് ചെയ്യണം, സൈൻ ചെയ്ത് സ്പീക്കറിന്റെ കൊടുക്കണം. ഓക്കെ, എത്ര പേര്? 100 പേര് ലോക്സഭയിലാണെങ്കിൽ റിമൂവൽ പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുക്കണം. പക്ഷെ രാജ്യസഭയിലാണെന്നുണ്ടെങ്കിൽ 50 പേര് എന്ത് ചെയ്താൽ മതി, റിമൂവൽ പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുത്താൽ. ആർക്ക് കൊടുക്കുക? അവിടുത്തെ ചെയർമാന് കൊടുക്കുക. ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ലോക്സഭയിലാണെങ്കിൽ 100 പേര് റിമൂവൽ പെറ്റീഷൻ സൈൻ ചെയ്ത് സ്പീക്കറിന് കൊടുക്കുക. രാജ്യസഭയിൽ 50 പേര് റിമൂവൽ പെറ്റീഷൻ സൈൻ ചെയ്ത് ചെയർമാന്റെ കൊടുക്കുക. ഇനി ഇവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഒരു 3 member കമ്മിറ്റി ഫോം ചെയ്യും. ഒരു 3 member ജുഡീഷ്യൽ കമ്മിറ്റി ഫോം ചെയ്യും. ഓക്കെ, 3 member ജുഡീഷ്യൽ കമ്മിറ്റി എന്ത് ചെയ്യും, ഫോം ചെയ്യും. എന്നിട്ട് അവരന്വേഷിക്കും. ഓക്കെ, അവരന്വേഷിച്ച് കഴിഞ്ഞിട്ട് കുറ്റം ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഓക്കെ, കുറ്റം ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇംപീച്ച്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ 3 judge ജുഡീഷ്യൽ കമ്മിറ്റിക്ക് തോന്നുകയാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇംപീച്ച്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നേരെ എന്ത് ചെയ്യും, രാജ്യസഭയിലും ലോക്സഭയിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം, പാസ്സാവണം. സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോകും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സൈൻ ചെയ്യാൻ പോകും. അയാൾ എപ്പോ സൈൻ ചെയ്യുന്നു അപ്പൊ എന്താകും, ആ ജഡ്ജ് റിമൂവ് ആവും. ഓക്കെ, അതാണ് റിമൂവൽ പ്രോസസ് സുപ്രീം കോടതി ജഡ്ജ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നേ വരെ ഒരു സുപ്രീം കോടതി ജഡ്ജും ഇങ്ങനെ റിമൂവ് ആയിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which article of the Indian Constitution empowers the Supreme Court to review its own judgment or orders? Okay, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സുപ്രീം കോടതിന് വാസ്റ്റ് എമൗണ്ട് ഓഫ് പവേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 131 എന്താണ്? ആർട്ടിക്കിൾ 131 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ആർട്ടിക്കിൾ 131 ഡീൽസ് വിത്ത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ? അതായത് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതേപോലെ വേറൊരു സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരു 2 or 3 സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ സുപ്രീം കോടതിക്ക് എന്ത് ഉപയോഗിക്കാം? ആർട്ടിക്കിൾ 131 ഉപയോഗിക്കാം. ഓക്കെ, അതാണ് സുപ്രീം കോടതി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സുപ്രീം കോടതി ഒറിജിനൽ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ തുടങ്ങി നമ്മുടെ മുല്ലപ്പെരിയാർ കേസൊക്കെ ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനകത്ത് വരാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 143? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിന് ഇപ്പൊ എന്തെങ്കിലും ഒരു ലോ ഉണ്ടാക്കാൻ നേരത്ത് എന്തെങ്കിലും ലോ പാസ്സാക്കാൻ നേരത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി എന്ന് വിചാരിക്കാം. ആ ഒരു സന്ദർഭത്തിൽ സുപ്രീം കോടതിയുടെ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയോട് ചോദിക്കാം. ഓക്കെ, ആ മാറ്റർ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് അഡ്വൈസ് കൊടുക്കാം. ആർക്ക്? പ്രസിഡന്റിന്. ഓക്കെ, എന്തെങ്കിലും ഒരു ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വേണമെങ്കിലും ആരോട് ചോദിക്കാം? പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കാം. അങ്ങനെ ഒരുപാട് തവണ സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ആ അഡ്വൈസ് ഒന്നും ബൈൻഡിങ് അല്ല. പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. ഓക്കെ, അതെപ്പോഴും അറിഞ്ഞിരിക്കുക. ഇതെന്ന് പറയുന്നത് എന്താണ്, ബൈൻഡിങ് അല്ല. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 137. എന്താ ആർട്ടിക്കിൾ 137?
ആർട്ടിക്കിൾ 137 പറയുന്നതാണ് റിവൈസറി ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, എന്താണ് റിവൈസറി ജൂറിസ്ഡിക്ഷൻ? അതായത് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാനുള്ള ഇതുണ്ട്. സുപ്രീം കോടതിക്ക് അവരുടെ തന്നെ ജഡ്ജ്മെന്റ്, അതായത് മുമ്പ് സുപ്രീം കോടതി തന്നെ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ചെയ്തിട്ടുള്ളത്, അതിനിപ്പോ എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും. ഇപ്പൊ നോക്കുമ്പോ ആ എടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് വിചാരിക്കാം. ഇപ്പൊ എടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് വിചാരിക്കാം. അപ്പൊ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിവ്യൂ ചെയ്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് അവർ മുമ്പെടുത്ത ജഡ്ജ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂ ചെയ്യാനും അത് മാറ്റാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിയുണ്ട്. അതാണ് ആർട്ടിക്കിൾ 137, അതായത് റിവൈസറി ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ഓർ ഓർഡേഴ്സ്? ഏതാ? അതാണ് റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. എന്ത് വന്നു? ആർട്ടിക്കിൾ 137. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ കൂടെ ജസ്റ്റ് പറയാൻ നോക്കിയോ. ആർട്ടിക്കിൾ 129 അല്ലെ? ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത് ഇതായിരുന്നു, കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത്? കോർട്ട് ഓഫ് റെക്കോർഡാണ്. അതായത് ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സും പ്രൊസീഡിങ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ഫോർ പെർമനന്റ് മെമ്മറി ആൻഡ് ടെസ്റ്റിമോണിയാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഇനി ഒരു ആവശ്യം വരാൻ നേരത്ത്, ഇനി വേറെ ഏത് കോർട്ടിൽ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഈ നേരത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ എവിഡൻഷ്യറി വാല്യൂസ് ഉള്ളത് കൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല വേറൊരു കോർട്ടിന്. ഓക്കെ, അങ്ങനെ ആർട്ടിക്കിൾ 129 പ്രകാരം കോർട്ട് ഓഫ് റെക്കോർഡ് ആയിട്ടും സുപ്രീം കോടതിയുടെ പ്രീവിയസ് ജഡ്ജ്മെന്റ്സ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയും സുപ്രീം കോടതിക്ക് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻസ് ഉണ്ട്. അതായത് ഈ സിവിൽ മാറ്റേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, ക്രിമിനൽ മാറ്റേഴ്സ്, അതൊക്കെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.